ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഹോപ്പ് യു ആർ ഡൂയിങ് ഗുഡ്. അപ്പോൾ 2 മാസത്തെ വെക്കേഷനുകളിലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇനിയും സ്കൂളിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ SSLC ഗ്രേഡേഴ്സിന് സ്പെഷ്യലായിട്ടുള്ള ഒരു വീഡിയോ ആണ്. കാരണം നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ക്ലിയർ ആക്കി തരുന്നുണ്ട്. ഫുൾ ക്ലിയർ ഗൈഡൻസ് ഫോർ യുവർ SSLC ജേണിയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറേ ഡൗട്ട്സ്, കുറേ ടെൻഷൻ, അതുപോലെ തന്നെ കുറേ തിങ്കിങ്ങും ഓവർ തിങ്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് സെറ്റാക്കി നമുക്ക് തുടച്ചങ്ങ് കളയാം. അപ്പോൾ ഫുള്ളായിട്ട് വീഡിയോ കാണാം. അതുപോലെ കുറേ കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ സമാധാനത്തോടെ കൂളായിട്ട് കാണും, അത്രയേ ഉള്ളൂ. അതാണ് നിങ്ങളിപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ നാളെ അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് എന്ത് ചെയ്യുക, പോവുക, ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ അടിപൊളിയായിട്ട് 10th സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം. ഫസ്റ്റ് തന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് പറഞ്ഞേക്കാം. അതായത് 10th ഇപ്പോൾ ടെൻത്തിൻ്റെ റിയാലിറ്റി എന്താണ്, അതുപോലെ തന്നെ ഇപ്പോൾ ന്യൂ സിലബസ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ റിയാലിറ്റി എന്താണ്, അതുപോലെ തന്നെ ഞാൻ എത്ര മണിക്കൂർ പഠിക്കണം, ഒരു SSLC സ്റ്റുഡൻ്റ് ആണെങ്കിൽ എത്ര മണിക്കൂർ പഠിക്കണം ഫുൾ മാർക്ക് കിട്ടാൻ, ഈ ഫുൾ A+ കിട്ടാൻ, അതുപോലെ തന്നെ എങ്ങനെയാണ് സെൽഫ് കോൺഫിഡൻസ് കൊണ്ടുവരിക, പിന്നെ എങ്ങനെയാണ് ഈ ഒരു ടെൻഷൻ, ആ ഒരു ടെൻഷൻ എന്ന് പറയുന്ന മാരക വ്യാധി ഒന്ന് മാറ്റിയെടുക്കുക, പിന്നെ ട്യൂഷന് പോകണോ, ബാച്ച് ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള കുറേ ഡൗട്ട്സ്. അതുപോലെ തന്നെ ഈ ടഫായിട്ടുള്ള സബ്ജക്ട്സ് എങ്ങനെയാണ് പഠിക്കുക, അതുപോലെ തന്നെ എങ്ങനെ സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക, എങ്ങനെയാണ് സ്റ്റഡി റുട്ടീൻ ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നതെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് അതൊന്ന് ജസ്റ്റ് കമൻറ്റ് ആയിട്ടൂടെ പറയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു ടൈമിൽ SSLC ഗ്രേഡേഴ്സിൻ്റെ ഫുൾ മനസ്സ്, അതായത് എല്ലാവരുടെയും എന്നാലും കുറച്ച് പേരുടെ അറ്റ്ലീസ്റ്റ് ഫുൾ ടെൻഷനും ഓവർ തിങ്കിങ്ങും സെൽഫ് ഡൗട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നിറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആരും അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. SSLC എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അതായത് നല്ലപോലെ നമ്മൾ പഠിച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് പോയി കഴിഞ്ഞാൽ നല്ലപോലെ 9th പോലെ തന്നെ നമുക്ക് നല്ല മാർക്കും A+ കാര്യങ്ങളൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലാസ്സാണ് 10th ഗ്രേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കേണ്ട, നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ചെടുക്കാമോ. ഫസ്റ്റ് തന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ കുറേ പേർക്കുള്ള ഒരു സെൽഫ് ഡൗട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതായത് ഇപ്പോൾ ടോപ്പർ ആയിക്കോട്ടെ, ആവറേജ് സ്റ്റുഡൻറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബിലോ ആവറേജ് ആയിക്കോട്ടെ, എന്നെ കൊണ്ട് പറ്റുമോ, അല്ലെങ്കിൽ എനിക്ക് ഫുൾ A+ കിട്ടുമോ, എന്നെ കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുമോ, അങ്ങനെ കുറേ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, നമുക്ക് സ്വയം ഒരു വിശ്വാസം വേണം, നമുക്ക് കിട്ടുമോ ഇല്ലയോ, ഇല്ല നമുക്ക് പഠിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യുക, ഇത് തീരുമാനിച്ചെടുക്കാം, എന്നെ കൊണ്ട് ഐ ക്യാൻ എന്നുള്ള രീതിയിൽ നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ഇത് തുടങ്ങുന്നതിന് മുന്നേ തന്നെ സെൽഫ് ഡൗട്ടും കാര്യങ്ങളൊക്കെ അടിച്ചിരുന്നാൽ എങ്ങനെ ശരിയാവുക. അപ്പോൾ ഫസ്റ്റ് നല്ല അടിപൊളിയായിട്ട് സെൽഫ് കോൺഫിഡൻസ് ഒക്കെ ആയിട്ട് എന്നെ കൊണ്ട് പറ്റും, നല്ല അടിപൊളിയാണ് ക്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മൾ പോവാം. ഓക്കെ, അതുപോലെ തന്നെ ഫസ്റ്റ് ഡേ തൊട്ട് ലാസ്റ്റ് ഡേ വരെ നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അതിൻ്റെ ഇടയിൽ കുറേ പ്രശ്നങ്ങളൊക്കെ വരും, ഡിമോട്ടിവേറ്റിംഗ് ആയിട്ട് തോന്നും, ഓവർ തിങ്കിങ് ചെയ്യും, അങ്ങനെയുള്ളതൊക്കെ സാധാരണമാണ്. അതുപോലെ തന്നെ എന്താണ് സ്വാഭാവികമാണ്. അത് വലിയൊരു കുറ്റമോ അങ്ങനെയൊന്നുമല്ല, നിങ്ങൾക്ക് മാത്രമല്ല പൊതുവെ എല്ലാവർക്കും അങ്ങനെ ഒരു തോട്ടും കാര്യങ്ങളൊക്കെ വരുന്നത് തന്നെയാണ്. അപ്പോൾ അതൊക്കെ എന്താണ് ക്ലിയർലി നോർമലാണ്. സോ അതൊന്നും ആലോചിച്ചാൽ ടെൻഷനോ കാര്യങ്ങളൊന്നും അടിക്കേണ്ട. അപ്പോൾ ഫസ്റ്റ് തന്നെ പറയുകയാണെങ്കിൽ നമ്മളിപ്പം SSLCയുടെ ഒരു റിയാലിറ്റി ഞാൻ പറഞ്ഞുതരാം. അതായത് SSLC എന്തുകൊണ്ടാണ് ഇപ്പോൾ 9th 8th ഒക്കെ നമ്മൾ പഠിച്ചല്ലോ, ആ ടൈമിലൊന്നും അതിനൊന്നും അത്ര വലിയ ഇമ്പോർട്ടൻസ് ഇല്ല എന്നല്ല. അതായത് ആരും അങ്ങനെ SSLC അല്ലേ ട്യൂഷന് പോകണോ അങ്ങനെയൊന്നും ചോദിക്കില്ല. പക്ഷേ SSLC എത്തുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ടൈം ആയിട്ട് എഴുതുന്ന ഒരു ബോർഡ് എക്സാമാണ് SSLC എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെതായ രീതിയിലുള്ള കുറച്ച് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഇൻവിജിലേറ്റേഴ്സ് തന്നെ ആയിരിക്കില്ല, അതായത് നമ്മുടെ ടീച്ചേഴ്സ് തന്നെ ആയിരിക്കില്ല ഇൻവിജിലേറ്റേഴ്സ്. നമ്മുടെ പേപ്പേഴ്സ് കറക്റ്റ് ചെയ്യുന്നത് വേറൊരു ഡിസ്ട്രിക്റ്റിലെ വേറൊരു ആൾക്കാരായിരിക്കും. അങ്ങനെയുള്ള കുറേ മാറ്റങ്ങളുണ്ട് ഈ ഒരു SSLC എന്ന് പറയുമ്പോൾ. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ ഒരു SSLC കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത്. പിന്നെ നമ്മുടെ +1 അഡ്മിഷന് കുറച്ചുകൂടെ സീറ്റ് കിട്ടാനും അതുപോലെ തന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് എന്ന് പറയുമ്പോൾ റാങ്ക് കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ഈ ഒരു SSLC ഒരു ചെറിയൊരു ഭാഗം അല്ലെങ്കിൽ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മെയിനായിട്ട് SSLC നല്ലപോലെ പഠിക്കാൻ വേണ്ടി പറയുന്നത്. ഓക്കെ, അപ്പോൾ SSLC എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് നല്ല രീതിയിൽ പഠിച്ചു പോയി കഴിഞ്ഞാൽ ഫുള്ളായിട്ട് മാർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു ക്ലാസ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടെൻഷൻ അടിച്ച് SSLC എത്തിയില്ലേ ഞാനിനി എന്താണ് 12 മണിക്കൂർ ഇരുന്ന് പഠിക്കണം അങ്ങനെയൊന്നും വിചാരിച്ച് ടെൻഷനൊന്നും അടിക്കരുത്. സിമ്പിളായിട്ട് കൂളായിട്ട് നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക, അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതാണ് മെയിനായിട്ട് SSLCയുടെ റിയാലിറ്റി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ സിലബസുകളിലൊക്കെ മാറി, അപ്പോൾ പുതിയ സിലബസ് ആണ്, അപ്പോൾ PYQs ചെയ്യാൻ പറ്റില്ല, അതുപോലെ തന്നെ ഭയങ്കര ടഫായിരിക്കും എന്നുള്ള കുറേ മിത്തും അതുപോലെ തന്നെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈ ഒരു ടൈമിൽ. അപ്പോൾ സത്യം പറഞ്ഞാൽ റിയാലിറ്റി ഓഫ് SSLC ന്യൂ സിലബസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് ഇപ്പോൾ നമ്മൾ എൻ്റെ ഒരു ഇതിൽ ഞാൻ പറയാം, അതായത് എക്സാമ്പിളാണ്, ഇങ്ങനെ തന്നെയാണ് അവർ ചെയ്യുന്നതെന്നല്ല ഞാൻ പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ 10th ആയിട്ട് പഠിച്ചു, അതായത് 10th ചാപ്റ്റർ ആയിട്ട് പഠിച്ച ഒരു ചാപ്റ്റർ ചിലപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിരിക്കാം. അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ കോണ്ടന്റ് വ്യത്യാസമായിരിക്കാം, നമ്മൾ പഠിച്ച ആ ഒരു കോണ്ടന്റ് ആയിരിക്കില്ല നിങ്ങൾക്ക് ഉണ്ടാവുക. അതിന് പകരം ഒന്നിക്ക് കൂട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുറച്ചിട്ടുണ്ടാവും, ഏതെങ്കിലും എക്സസൈസുള്ള ഭാഗം എടുത്ത് മാറ്റിയിട്ടുണ്ടാവും എന്നുള്ള രീതിയിലായിരിക്കും ചിലപ്പോൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവും. പിന്നെ എക്സ്ട്രാ കുറച്ചുകൂടെ എന്താണ് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെയുള്ള കുറേ ചെറിയ മൈന്യൂട്ട് വ്യത്യാസങ്ങളൊക്കെയാണ് ഒരു ന്യൂ സിലബസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങുന്നത്. അപ്പോൾ ഇപ്പോൾ എന്തായാലും നമ്മൾ 10th ആണ്, അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന ഫസ്റ്റ് ഒരു ബുക്കാണ് ആ ഒരു ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂ സിലബസ് ആയതുകൊണ്ട് ഫുൾ ടഫ് ആയിരിക്കും. അങ്ങനെയുള്ള ആ ഒരു മിത്തും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് വേണം പഠിക്കാൻ വേണ്ടി പോകാൻ. അത്ര ടഫും കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. അതായത് എത്ര ടഫ് ആക്കിയാലും നല്ലപോലെ പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് കിട്ടൂലേ.
അപ്പോൾ അതുകൊണ്ട് അതൊന്നും ആലോചിച്ച് ആരും ടെൻഷൻ അടിക്കട്ടെ. അപ്പോൾ അതാണ് റിയാലിറ്റി ഓഫ് ന്യൂ സിലബസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ കുറേ പേർക്കുള്ള ഒരു ഡൗട്ട് ആയിരിക്കും. അത് ടോപ്പർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആവറേജ് സ്റ്റുഡൻറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബിലോ ആവറേജ് ആയിക്കോട്ടെ, എല്ലാവർക്കും വരുന്ന ഒരു സെൽഫ് ഡൗട്ട് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് ഇപ്പോൾ 10th അല്ലേ, ട്യൂഷന് പോകണോ, ബാച്ച് ചേരണോ, ഇനി എന്നെ കൊണ്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് പഠിച്ചാൽ ഫുൾ മാർക്കോ ഇല്ല ഫുൾ എ പ്ലസ് ഒക്കെ മേടിക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള രീതിയിൽ കുറേ പേർക്ക് ഡൗട്ടുകളിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. എന്തായാലും വന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഭയങ്കര സ്വാഭാവികമാണ്, അല്ലാതെ നിങ്ങളുടെ പ്രശ്നമൊന്നുമല്ല എന്നുള്ളത് ഫസ്റ്റ് മനസ്സിലാക്കാം. അപ്പോൾ ട്യൂഷന് പോകണോ വേണ്ടിയോ എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കാണ് അറിയാം നമ്മുടെ പൊട്ടൻഷ്യലും, അതുപോലെ തന്നെ നമുക്ക് ആണ് അറിയാം നമ്മുടെ വീക്ക്നെസ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്കിപ്പം അത്രമാത്രം ബുദ്ധിമുട്ടാണ് സ്വയം പഠിക്കാൻ എന്നുള്ള രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് ട്യൂഷന് പോകുന്നത് നല്ലതായിരിക്കും. അതും നിങ്ങൾ ഓൺലൈൻ ചൂസ് ചെയ്യണോ ഓഫ്ലൈൻ ചൂസ് ചെയ്യണം എന്നുള്ളതും നിങ്ങളുടെ സ്വന്തം തീരുമാനം, ഒപ്പീനിയൻ, അതുപോലെ തന്നെ പെർസ്പെക്റ്റീവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മെയിനായിട്ട് ട്യൂഷനും ബാച്ചിലൊന്നും ചേരാത്തതിൻ്റെ ഒരൊറ്റ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ലാതെ പഠിക്കാൻ കഴിയുന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ എനിക്ക് മെയിനായിട്ട് കുറച്ചുകൂടെ ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റ് എന്ന് പറയും. ടഫെന്നല്ല, തീരെ ഇഷ്ടമില്ലാത്തതെന്നല്ല, അതായത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതെന്ന് പറയുമ്പോൾ മാത്സ്, ഫിസിക്സ് ആണ്. അപ്പോൾ അത് ഞാൻ യൂട്യൂബ് ക്ലാസ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ സ്കൂളിലത്തെ ടീച്ചേഴ്സ് ആണെങ്കിൽ അടിപൊളിയായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് മെയിനായിട്ട് വേറൊരു എക്സ്റ്റേണൽ ട്യൂഷൻ്റെ ആവശ്യം എനിക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ സ്പെഷ്യൽ ക്ലാസ്സുകളിലൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ട്യൂഷൻ ബാച്ചിൽ ചേരാത്തത്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ അനുസരിച്ച് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ സ്കൂളെടുക്കുന്ന നല്ലപോലെ മനസ്സിലാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ വീട്ടിലിരുന്ന് വന്നിട്ട് നല്ല രീതിയിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഇരുന്ന് പഠിച്ചാൽ മതി. അതുപോലെ തന്നെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഓഫ്ലൈൻ ട്യൂഷൻ പോകണോ ഇല്ല ഓൺലൈൻ ട്യൂഷൻ പോകണോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഓൺലൈനാണ് പ്രിഫർ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സ്കൂളിൽ പോയി അതിൻ്റെ സ്പെഷ്യൽ ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു 5-6 മണിയൊക്കെ ആകുമ്പോഴേക്കാണ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തുക. അപ്പോൾ തന്നെ നമ്മളൊരു ടയേർഡ് ആയിട്ടുണ്ടാവും. കാരണം നമ്മൾ രാവിലെ പോയിട്ടാണ് ഈ ഒരു വൈകുന്നേരം എത്തുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് വേണം നമ്മൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഓൺലൈൻ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കുഴപ്പമില്ല. നമുക്കിപ്പോൾ ഒരു തലവേദനയൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഒന്ന് ഒരു റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഒന്ന് സെറ്റ് ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ ആ ഒരു ദിവസത്തെ ആ ഒരു ക്ലാസ് നമുക്ക് റെക്കോർഡായിട്ട് കിട്ടും. അതുപോലെ തന്നെ ആ ഒരു ടൈമിൽ അറ്റൻഡ് ചെയ്യാനും പറ്റും. പക്ഷേ ഓഫ്ലൈൻ ആണെങ്കിൽ നമുക്ക് ആ ഒരു ക്ലാസ് ലീവ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടൂല. അതുപോലെ തന്നെ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ എന്താണ് ഈ സ്കൂൾ വിട്ട് വന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് പിന്നെയും ഒന്നുകൂടെ പുറത്ത് പോയി ആ ഒരു ഓഫ്ലൈൻ ക്ലാസ് ഇരുന്ന് അതൊക്കെ കുറച്ച് ഒരു ടയറിങ് ആയിട്ടൊരു സംഭവമാണല്ലോ. അതുപോലെ തന്നെ ഫ്രസ്ട്രേറ്റിംഗ് ആണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നിങ്ങളുടെ ചോയ്സ് ആണ്. നിങ്ങൾക്കിപ്പോൾ ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് വേണമെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ട്യൂഷൻ ഇല്ല ബാച്ചിലൊക്കെ ചേരാം. അപ്പോൾ ഞാനിപ്പോൾ SSLC ആയതുകൊണ്ട് എന്തായാലും ട്യൂഷന് പോകണമെന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല. SSLCക്ക് ട്യൂഷന് പോവാതെ നമുക്ക് ഫുൾ മാർക്കും ഫുൾ എ പ്ലസ് ഒക്കെ മേടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് മെയിനായിട്ട് പറയാനുള്ള ഒരൊറ്റ കാര്യം. പിന്നെ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാകും, ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ മാർക്ക് നമുക്ക് ഫുൾ എ പ്ലസ് കിട്ടും എന്നുള്ള രീതിയിൽ. ഗ്രേസ് മാർക്ക് ഇല്ലെങ്കിൽ നമുക്ക് ഫുൾ എ പ്ലസ് കിട്ടും. നമ്മൾ നല്ല രീതിയിൽ പഠിച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ഒരു SSLC ഗ്രേഡർ എത്ര മണിക്കൂർ പഠിക്കണം എന്നുള്ളൊരു ക്വസ്റ്റൻ ഉണ്ടാവും. അപ്പോൾ ഹൗ മെനി hours SSLC ഗ്രേഡർ ഷുഡ് സ്റ്റഡി എന്നൊരു ക്വസ്റ്റൻ വന്നു കഴിഞ്ഞാൽ അതായത് ഇത്രയേ ഉള്ളൂ, ക്ലിയർ ആയിട്ടുള്ള ഉത്തരമാണ്. അതായത് നമ്മളിപ്പോൾ ഒരു 12 മണിക്കൂർ പഠിക്കണമെന്നോ ഇല്ല 5 മണിക്കൂർ പഠിക്കണമെന്നോ ഒന്നും ഞാൻ പറയില്ല. അതൊക്കെ നിങ്ങളുടെ സ്വയം ചോയ്സ് ആണ്. അതായത് സ്വന്തമായിട്ട് ഇഷ്ടവും അതായത് പെർസ്പെക്റ്റീവും കാര്യങ്ങളാണ്. അതായത് ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 10 hours നമ്മൾ പഠിച്ചു. ആ ഒരു 10 hours ഞാനൊരു 5 hours മാത്രമേ ഫോക്കസ് ആയിട്ട് പഠിച്ചിട്ടുള്ളൂ. ബാക്കി 5 മണിക്കൂർ ഇങ്ങനെ വെറുതെ തലതിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കി വെറുതെ ടെക്സ്റ്റ് ഒക്കെ ഇങ്ങനെ വിരിച്ചിട്ടത് കൊണ്ട് കാര്യമില്ല. സത്യം പറയുകയാണെങ്കിൽ നമ്മൾ ഒരു മണിക്കൂറെ പഠിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിലും ആ ഒരു മണിക്കൂർ ഫോക്കസ്ഡ് ആയിട്ട് വേറൊരു കാര്യത്തെക്കുറിച്ചും ചിന്തിക്കാതെ അത് മാത്രം അങ്ങ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല മാർക്ക് കിട്ടും. അപ്പോൾ അതാണ് മെയിനായിട്ടുള്ള കാര്യം. അത് നമ്മൾ എത്ര മണിക്കൂർ പഠിക്കുന്നു എന്നുള്ളതിലല്ല കാര്യം, നമ്മൾ എത്ര മണിക്കൂർ എത്ര വൃത്തിക്ക് ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുന്നുള്ളതാണ് കാര്യം. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ അതായത് ഞാൻ എൻ്റെ ആ ഒരു ടൈമിൽ എങ്ങനെയാണ് പഠിച്ചിട്ടുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ മണിക്കൂർ കണക്കായിട്ട് പഠിക്കുന്നില്ല. ഇപ്പോൾ അതായത് ഡെയിലി എടുക്കുന്നത് ഡെയിലി പഠിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഞാൻ പഠിച്ചിട്ടില്ല. അതൊരു മിസ്റ്റേക്കാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു മിസ്റ്റേക്ക് ചെയ്യാതിരിക്കുക. ഡെയിലി പഠിച്ച് പോകാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഇപ്പോൾ നിങ്ങളുടെ ഒരു തുടക്കമാണ്, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ നെക്സ്റ്റ് പറയുകയാണെങ്കിലും എന്താണ് ഞാൻ എത്ര മണിക്കൂർ കണക്കായിട്ട് വെച്ച് പഠിച്ചില്ല. പക്ഷേ ഇപ്പോൾ എനിക്കൊരു സോഷ്യൽ ഫസ്റ്റ് ചാപ്റ്റർ തീർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആ ഒരു ചാപ്റ്റർ സെറ്റാക്കിയിട്ട് പഠിച്ച് തീരുന്നത് വരെ ഇരുന്ന് പഠിക്കും. അതാണ് ഞാൻ മെയിനായിട്ട് ചെയ്യാറ്. അല്ലാതെ മണിക്കൂർ കണക്കായിട്ട് ഞാൻ 1 മണിക്കൂറേ പഠിക്കും അങ്ങനെ വെച്ച് ഞാൻ ഇതുവരെ പഠിച്ചിട്ടുണ്ടായിട്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു മണിക്കൂർ കണക്കിനെ പറ്റി എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ ആ ഒരു മെയിനായിട്ടുള്ള ഗോളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ എഴുതി പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. പിന്നെ തുടക്കമൊക്കെ ഒരു മണിക്കൂർ, പിന്നെ നെക്സ്റ്റ് ഡേ 2 മണിക്കൂർ അങ്ങനെ കൂട്ടി വരും. അല്ലാതെ തുടക്കവും 1 മണിക്കൂർ ലാസ്റ്റും 1 മണിക്കൂർ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അപ്പോൾ എന്ത് ചെയ്യുക, 1 മണിക്കൂർ നിന്ന് ഇതുപോലെ എന്ത് ചെയ്യാം, ഇത് 2 മണിക്കൂർ പിന്നെ 3 മണിക്കൂർ അങ്ങനെ കൂട്ടി വരാം. ഇതിനായിട്ട് ഈ എത്ര മണിക്കൂർ പഠിക്കണം എന്നുള്ളതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ കുറേ പേർക്ക് ഭയങ്കര സെൽഫ് ഡൗട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഒന്ന് പോയി കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഒന്ന് പോയി കിട്ടുക, അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എൻ്റെ SSLC ടൈമിൽ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു, ഭയങ്കര പേടി ഉണ്ടായിരുന്നു, ഭയങ്കര സെൽഫ് ഡൗട്ട് ഉണ്ടായിരുന്നു. എനിക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ള രീതിയിൽ, അപ്പോൾ എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ അതൊക്കെ സ്വാഭാവികമാണ്, അല്ലാതെ നിങ്ങളുടെ പ്രശ്നമല്ല. ആ ഒരു ടൈമിലത്തെ ആ ഒരു പ്രശ്നമാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് മാറ്റിയെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്തിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മെഡിറ്റേഷൻ ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ ജേർണലുകളിലൊക്കെ ഞാൻ ലാസ്റ്റോട്ടാണ് ചെയ്തിട്ടുണ്ടായത്. പക്ഷേ മെഡിറ്റേഷൻ അതായത് ഡെയിലി നമ്മൾ ഒരു 5 minutes കണ്ണ് കൂട്ടിയിട്ട് ഒരു സൂത്തിങ് ആയിട്ടുള്ള മ്യൂസിക് അവിടെ ഓൺ ചെയ്തിടുക. എന്നിട്ടൊന്ന് കണ്ണ് കൂട്ടി ഇങ്ങനെ റെസ്റ്റ് ചെയ്യുക, വേറെ ഒരു ചിന്തയിലേക്കും പോകാതിരിക്കുക. ഒരു 5 minutes അത്രേ ഉള്ളൂ. അത് ഡെയിലി എന്ത് ചെയ്യുക, ഒരു 5 minutes അങ്ങനെ ചെയ്ത് നോക്കുക. ഞാൻ ഡെയിലി ചെയ്തിട്ടില്ല, പക്ഷേ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു റിലീഫായിട്ട് കിട്ടും. അതുപോലെ തന്നെ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ അതായത് നമുക്ക് ബോഡിക്ക് കുറച്ച് റെസ്റ്റ് ചെയ്യാനൊക്കെ കൊടുക്കണം. അതായത് എപ്പോൾ നോക്കിയാലും നമ്മളിത് പഠിക്കണം എന്നല്ല, എന്നാലും നമുക്ക് കുറച്ച് ഫ്രീ ടൈം, കുറച്ച് ബ്രേക്ക് ടൈം ഒക്കെ എടുക്കണം. ആ ഒരു ടൈമിൽ
കൂളായിട്ട് വെറുതെ ഫോൺ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സമയം കളയാതെ കുറച്ച് നേരം ബോഡിക്കായിട്ട് ഒരു റെസ്റ്റ് ഞാനൊക്കെ കൊടുക്കുക. അപ്പോൾ ഞാൻ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ വേഗം കൈകാലം മുൻകാലം കഴുകി റിഫ്രഷ് ആയി എന്നിട്ട് പിന്നെ ഞാൻ കുറച്ച് നേരം കിടക്കുമായിരുന്നു. ഒരു 5 മിനിറ്റ്സ് അല്ലെങ്കിൽ ടൈമറൊക്കെ വെച്ചിട്ട് ഒരു 10 മിനിറ്റ്സ് 30 മിനിറ്റ്സ് ഒക്കെ കിടക്കുമായിരുന്നു. അപ്പോൾ അത് അന്നത്തെ ആ ഒരു ദിവസം അനുസരിച്ചിരിക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം റെസ്റ്റിങ്ങൊക്കെ കൊടുക്കുക. അപ്പോൾ തന്നെ നമുക്ക് കുറച്ചും ആ ഒരു ടെൻഷൻ അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോയി കിട്ടും. പിന്നെ ഒരിക്കലും പേടിക്കാതിരിക്കുക. അതായത് പറയുന്ന ഈസിയാണ്, പക്ഷേ ചെയ്യുന്ന ബുദ്ധിമുട്ടാണെന്ന് അറിയാം. എന്നാലും പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിക്കാതിരിക്കുക. എന്നെ കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്നുള്ള അതൊന്നും ചിന്തിക്കണ്ട. നിങ്ങൾ അതിൻ്റെ എഫേർട്സ് നിങ്ങൾ ഇടുക, അത്രയേ ഉള്ളൂ. സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക എന്ന് ഒരു ഡൗട്ട് ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനുള്ള ഒരൊറ്റ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് സെൽഫ് ടോക്കാണ്. അതായത് നമ്മളിപ്പോൾ ഒരു മിററിന്റെ മുന്നിൽ നിന്നിട്ട് സ്വയം നമ്മളെ കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ പറയാം ഐ ക്യാൻ ഡു ഇറ്റ്, അല്ലെങ്കിൽ എന്താണ് ഐ ഗെറ്റ്, അങ്ങനെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം ഐ ക്യാൻ സ്റ്റഡി അങ്ങനെ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്കൊരു വിശ്വാസം വരും. അങ്ങനെ ഇടയ്ക്കിടെ ഇങ്ങനെ പോസിറ്റീവ് സെൽഫ് ടോക്കിങ്ങൊക്കെ ചെയ്യുക, പിന്നെ മെഡിറ്റേഷൻ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെയിനായിട്ട് ചെയ്തൊന്നും എനിക്ക് അത്ര അതിനോട് വലിയ അറിവും കാര്യങ്ങളൊന്നും ഇല്ല. എന്നാൽ ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ഞാനോട് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സെൽഫ് കോൺഫിഡൻസുകളൊക്കെ ബിൽഡ് ചെയ്യുന്നത്. ഒരുവിധപ്പെട്ട ഡൗട്ടും കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ ക്ലിയർ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ പിന്നെ ഞാൻ യൂട്യൂബ് ചാനൽസ് ഏതൊക്കെയാണ് കണ്ടിട്ടുണ്ടായത് പഠിക്കുന്ന സമയത്ത് എന്നുള്ളതൊക്കെ ഞാനൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണുകയാണെങ്കിൽ അത് ചെക്കൗട്ട് ചെയ്താൽ മതി. പിന്നെ ഞാൻ അതുകൂടെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്താൽ കുറച്ചുകൂടെ വീഡിയോ ലെങ്തി ആയിട്ട് മാറും. അതുകൊണ്ടാണ് ഇത് നെക്സ്റ്റ് പറയുകയാണെങ്കിൽ എൻ്റെ SSLC എക്സാം എക്സ്പീരിയൻസ് ഞാൻ എങ്ങനെയായിരുന്നു പഠിച്ചിട്ടുണ്ടായത്, ആ ഒരു ജേർണി എങ്ങനെയാണ്, പബ്ലിക് എക്സാമിൻ്റെ റിവ്യൂ എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കാണാത്തവരാണെങ്കിൽ ഒന്നത് കണ്ട് നോക്കുക. ഞാൻ പിന്നീട് കമൻറ്റിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലൊക്കെ ലിങ്ക് വെക്കാം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് അടുത്തതായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ വേണ്ടി പോകുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ ടഫ് സബ്ജക്റ്റുകളിലൊക്കെ എങ്ങനെയാണ് പഠിക്കുക, അതിനെങ്ങനെ ഒരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കുറച്ച് ഡൗട്ടുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഓവർകം ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് തന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് മാത്സ് ആയിരുന്നു ബുദ്ധിമുട്ട് പറയുന്നത്. അതായത് ഞാൻ പഠിക്കാത്തതുകൊണ്ടാണ്, ഏഴാവണ്ണം പഠിക്കാത്തതുകൊണ്ടാണ് ആ ഒരു മാത്സ് അത്ര ടഫായിട്ട് ഉണ്ടായത്. അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ മാത്സ് എങ്ങനെയാണ് ഞാൻ പഠിച്ചത്, അതുപോലെ തന്നെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഓരോ സബ്ജക്റ്റിനും ഒരു സബ്ജക്ട് വൈസ് ആയിട്ടുള്ള പ്ലാൻ പറഞ്ഞിരുന്നുണ്ട്. ഫസ്റ്റ് പറയുകയാണെങ്കിൽ ഇപ്പം മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സെപ്പറേറ്റ് ബുക്ക് കീപ്പ് ചെയ്യുക. എന്നിട്ട് ഡെയിലി നമ്മളൊരു 1 hour അല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 15 minutes അറ്റ്ലീസ്റ്റ് ഡെയിലി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൈം കണ്ടെത്തിയിട്ട് ചെയ്യുക. ആ ഒരു ടൈം എന്ന് പറയുമ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ആ ഒരു ബുക്ക് എടുക്കുക ചെയ്യുക എന്നുള്ള രീതിയിൽ ഒരു റുട്ടീനായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ടും കാര്യങ്ങളൊക്കെ കാണും. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആണ്. കാരണം എന്താ വെച്ചാൽ 9th മിഡ് ടേം എക്സാമിലൊക്കെ ഫിസിക്സും മാത്സും ഒന്നും കുഴപ്പമില്ലാത്ത മാർക്ക് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഓണം എക്സാമിന് ഈ ഫിസിക്സ് 28 out of 40 ആണ് കിട്ടിയിട്ടുണ്ടായത്. അപ്പോൾ ആ ഒരു ടൈമിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്ന് പറയുമ്പോൾ അത്രമാത്രം ഒരു കുറഞ്ഞ മാർക്കായിരുന്നു എനിക്ക് പറയുമ്പോൾ. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് ഓവർകം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സാർ പറഞ്ഞതെന്ന് വെച്ചാൽ ഡെയിലി ഇങ്ങനെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് വന്ന് കാണിക്കണം എന്ന് പറഞ്ഞു ഫിസിക്സിൻ്റെ. അപ്പോൾ അങ്ങനെ ആ ഒരു ക്വസ്റ്റ്യൻസ് അങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് പിന്നെയാണ് എനിക്ക് ഫിസിക്സിനോട് താല്പര്യം വന്നതും ഫിസിക്സിന് നല്ല മാർക്കുകളൊക്കെ കിട്ടിയ അങ്ങനെ ഒരു 40 out of 40 കിട്ടിയ സെറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഡെയിലി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഒരു മാത്സിനായിക്കോട്ടെ, ഫിസിക്സിനായിക്കോട്ടെ, കെമിസ്ട്രിക്കായിക്കോട്ടെ, ബയോളജിക്ക് ആയിക്കോട്ടെ. അപ്പോൾ ഇതൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സിനൊക്കെ നല്ല മാർക്കുകളൊക്കെ കിട്ടും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസുകളൊക്കെ എവിടെ നിന്ന് കിട്ടും, അതാണ് നെക്സ്റ്റ് ഡൗട്ട് അല്ലേ. അപ്പോൾ യൂട്യൂബ് ക്ലാസ്സസിൽ കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ സൈറ്റുകാർ പുതിയ ക്വസ്റ്റ്യൻസ് അങ്ങനെ പാറ്റേൺസ് ഒക്കെ വെച്ചിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ തന്നെ എന്ത് ചെയ്യാം, ഒന്ന് റിസർച്ച് ചെയ്തൊക്കെ നോക്കും. കുറേ സൈറ്റുകളൊക്കെ കിട്ടുന്നുണ്ട്. അതൊക്കെ ഫ്രീ ആൻഡ് നല്ല സൈറ്റാണെങ്കിൽ അത് ചെക്കൗട്ട് ചെയ്യുക. പിന്നെ എക്സസ് ലൈവ് ഗുരു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സൈറ്റ് ഉണ്ട്. പിന്നെ A+ ബ്ലോഗ് അങ്ങനെയുള്ള 2-3 സൈറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറേ PYQs ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാലും ഒന്ന് ജസ്റ്റ് നിങ്ങളുടെ പാറ്റേണിൽ അതുപോലെ തന്നെ നിങ്ങളുടെ സിലബസിൽ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകാം. അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ സ്കൂളിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് കിട്ടും. പിന്നെ വേറെ ഗൈഡും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിയാൽ മതി. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലൊക്കെ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. അതാണ് ഈ ഒരു മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒക്കെ പറയാനുള്ളത്. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ സോഷ്യൽ എങ്ങനെ പഠിക്കും ഗൈസ്. സോഷ്യൽ പഠിക്കുകയാണെങ്കിൽ അതായത് ഹിസ്റ്ററി എന്ന് പറയുന്നത് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായത്. ജോഗ്രഫി എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു കാര്യം മാത്രമേ പഠിക്കേണ്ടൂ, അത്ര ടഫും കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ ജോഗ്രഫി കുറച്ചുകൂടെ കണ്ടന്റ് കൂട്ടിയിട്ടുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിമ്പിളാണ്, അത്ര ടഫും കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ നമ്മൾ ഇഷ്ടപ്പെട്ട് പഠിക്കുക, അതാണ് ഫസ്റ്റിന് പറയാനുള്ളത്. പിന്നെ സോഷ്യൽ ഷോർട്ട് നോട്ടായിട്ട് പഠിക്കുക, ഷോർട്ട് നോട്ട്സ് കുറച്ച് ഉണ്ടാക്കി പഠിക്കുക ഹിസ്റ്ററി ഒക്കെ. അതുപോലെ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ മറ്റേ കുറേ സ്റ്റിക്കി നോട്ടൊക്കെ വെച്ചിട്ട് ഞാൻ എഴുതി ഇങ്ങനെ മെയിനായിട്ടുള്ള ഇവൻറ്റ്സ് കാര്യങ്ങളൊക്കെ എഴുതാറുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഹൈലൈറ്റ് ചെയ്ത് നോക്കാം മെയിനായിട്ടുള്ള പോയിന്റ്സ്. അതിപ്പോൾ ഹൈലൈറ്റർ തന്നെ വേണമെന്നൊന്നുമില്ല, ജസ്റ്റ് പെണ്ണുകൊണ്ടോ പെൻസിലുണ്ടോ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും പെട്ടെന്ന് ഇതൊക്കെ ഒന്ന് ഓർമ്മ വരാനൊക്കെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അല്ലാതെ ഹൈലൈറ്റർ ഉപയോഗിച്ചാലേ നല്ല രീതിയിൽ പഠിക്കാൻ പറ്റും അങ്ങനെയൊന്നുമില്ല ഗൈസ്. അപ്പോൾ അത് മനസ്സിലാക്കാം. പിന്നെ നെക്സ്റ്റ് ലാംഗ്വേജ് സബ്ജക്റ്റ് എങ്ങനെ പഠിക്കും എന്ന ഡൗട്ട് ഉണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. അതായത് സാൻസ്ക്രിറ്റ്, ഇംഗ്ലീഷ്, മലയാളം ആൻഡ് ഹിന്ദി എങ്ങനെ പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റ് നല്ലപോലെ അങ്ങ് വായിക്കുക. എത്ര പ്രാവശ്യം നമുക്ക് വായിക്കാൻ പറ്റുന്നോ അത്ര പ്രാവശ്യം നമ്മൾ വായിക്കുക. അതായത് ഇപ്പോൾ നമുക്ക് സൺഡേ സാറ്റർഡേ ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു ടൈമിലൊക്കെ നല്ലപോലെ, അതായത് കുറച്ച് ബോറടിക്കുന്ന സമയത്ത് ഇങ്ങനെ ടെക്സ്റ്റ് എടുത്ത് വായിച്ച് നോക്കുക. പിന്നെ ക്വസ്റ്റൻ ആൻസേഴ്സുകളൊക്കെ തന്നിട്ടുണ്ടാവും, അതുപോലെ കുറേ നോട്ടുകളൊക്കെ തന്നിട്ടുണ്ടാവില്ല, അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ വായിച്ച് നോക്കുക. പിന്നെ എഴുതി നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എഴുതാം, കുഴപ്പമൊന്നുമില്ല. അതായത് ഞാൻ പൊതുവെ ഇങ്ങനെ എഴുതി നോക്കുന്ന ഒരാളല്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ടെക്സ്റ്റ് നല്ലപോലെ അടിച്ച് കുറുക്കി വായിക്കുക, അതാണ് ഫസ്റ്റ് കാര്യം പറയുകയാണെങ്കിൽ. ഇത് എല്ലാത്തിനും ഇൻക്ലൂഡഡ് ആണ്. എന്നാൽ ലാംഗ്വേജ് സബ്ജക്റ്റിന് ഞാൻ കുറച്ചുകൂടെ ഹൈ ആയിട്ട് പറയും. പിന്നെ നെക്സ്റ്റ് ചെയ്യാനുള്ള പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സസ് കാണുന്നത് കുറച്ചുകൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് മലയാളത്തിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സൈലം എജുപോർട്ടാണ് കണ്ടിട്ടുണ്ടായത്, എക്സാമിനറിനെ കണ്ടിട്ടുണ്ടായിട്ടില്ല. അപ്പം അതായത് ഞാൻ ഇതുവരെയായിട്ട് കണ്ടിട്ടുണ്ടല്ല, അല്ലാതെ അവരുടെ മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ സൈലത്തിലെ ഇംഗ്ലീഷ് ഗ്രാമർ ഇങ്ങനെ സെറ്റാക്കാം എന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഒരൊറ്റ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാച്ചു സാറ് 10 hours ലൈവുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാറിൻ്റെ ഗ്രാമർ എന്ന് പറയുന്നത് കുറച്ച് ഒരു ചെറിയ രീതിയിൽ ഗ്രാമർ അറിയാത്ത ഒരാൾക്ക് പോലും മനസ്സിലാവുന്ന രീതിയിലാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ
ഇതെനിക്ക് പേഴ്സണലായിട്ടുള്ള ഒരു എക്സ്പീരിയൻസും അതുപോലെ ഒപ്പീനിയനാണ്. ഓരോരുത്തർക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് അക്ഷര ക്ലാസ് കണ്ടാൽ നല്ലപോലെ നമുക്ക് മനസ്സിലാവുന്നതാണ്. പിന്നെ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഗ്രാമർ മനസ്സിലാക്കി പഠിക്കുക, അല്ലാതെ ബൈഹാർട്ട് പഠിക്കരുത്. എങ്ങനെയാണ് അവിടെ വരുന്നത് എന്നുള്ളത് നല്ലപോലെ മനസ്സിലാക്കിയിട്ട് വേണം ഗ്രാമർ പഠിക്കാൻ വേണ്ടിയിട്ട്, അല്ലാതെ ഒരിക്കലും ബൈഹാർട്ട് ചെയ്യരുത് ഗൈസ്. പിന്നെ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഗ്രാമർ തന്നെ ഇപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ബേസിക് ആദ്യം നല്ലപോലെ മനസ്സിലാക്കുക, ബേസ് നല്ലപോലെ സെറ്റാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം പറയുന്നത്. ഗ്രാമർ ആയിക്കോട്ടെ, മാത്സിൻ്റെ ഇതൊക്കെ ആയിക്കോട്ടെ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഇനിയും സമയം തീർന്നു പോയില്ലേ, വെക്കേഷൻ പോയില്ലെന്ന് വെച്ചിട്ട് ആ ടെൻഷനൊന്നും അടിക്കേണ്ട. ഇതൊക്കെ നിങ്ങൾക്ക് മെല്ലെ മെല്ലെ ഒരു ഇപ്പോൾ നിങ്ങൾക്ക് ഗ്രാമർ കുറച്ചുകൂടെ സെറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ ഒരു ദിവസത്തിൽ ഒരു ഹാഫ് ആൻ അവറോ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു സെപ്പറേറ്റ് ബുക്ക് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ, അതുപോലെ ഒരു അരമണിക്കൂറോ 15 മിനിറ്റോ ഇതിന് കൊണ്ട് നമ്മൾ ഫോൺ സ്ക്രോൾ ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മൾ വേറെ വല്ല പരിപാടിയും ചെയ്യുന്ന ആ ഒരു ടൈം മതി നമുക്ക് ഇതൊക്കെ സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ടെൻഷനൊന്നും അടിക്കേണ്ട, കുറച്ച് എഫേർട്ട് എക്സ്ട്രാ എടുത്താൻ ഒന്ന് ശ്രമിച്ചാൽ മതി, അത്രയേ ഉള്ളൂ. പിന്നെ ഈ ഒരു വീഡിയോസൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്കൊക്കെ ഒരു ഇടർച്ചയൊക്കെ ഫീൽ ചെയ്യാൻ പറ്റും എൻ്റെ സൗണ്ടിൽ, അതുപോലെ തന്നെ കുറച്ച് സ്പീഡൊക്കെ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഒരു സ്ഥലത്തിൻ്റെ ഇരുന്ന് ഇങ്ങനെ ഞാൻ ഒറ്റയടിക്ക് ഒരു സ്ട്രെച്ചിൽ പറയുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ സൗണ്ട് പോയി പോകും, അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ കണ്ടാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ക്ഷമിക്കുക. ഓക്കെ. പിന്നെ നെക്സ്റ്റ് നമ്മുടെ IT ആണ്. അപ്പോൾ IT എങ്ങനെ പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം തിയറി എന്ന് പറയുമ്പോൾ തിയറിയിൽ സ്റ്റോർ ചെയ്യാനുള്ള ഒറ്റ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റ് നല്ലപോലെ അടിച്ചു പെറുക്കി വായിക്കുക. അതായത് ഇപ്പോൾ നമുക്ക് തുടക്കത്തിലൊന്നും അങ്ങനെ ടെക്സ്റ്റ് നല്ലൊന്നും അങ്ങനെ വായിച്ച് അടിപൊളിയായിട്ട് മാർക്ക് ചെയ്തൊന്നും തരില്ല, ലാസ്റ്റ് മിനിറ്റിലാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തുടക്കം തന്നെ ഇപ്പോൾ ഒരു ചാപ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് പ്രാക്ടിക്കൽ പോയിട്ട് ഒരു ചാപ്റ്റർ കഴിഞ്ഞാൽ ആ ഒരു ദിവസം തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ടെക്സ്റ്റ് വായിക്കുന്നതിൽ അത്ര വലിയ സമയം കാര്യങ്ങളൊന്നും ആവാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ഒക്കെ വായിച്ച് നോക്കുക. പിന്നെ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ നമുക്ക് സ്കൂളിൽ തന്നെ ഒരു ഗൈഡും കാര്യങ്ങളും പോലെ അതായത് മേടിക്കാൻ പറ്റുന്ന ഒരു 50 റുപ്പീസിന് ഒരു ഗൈഡ് ഉണ്ടായിരുന്നു. അതായത് ITയുടെ എല്ലാ ക്വസ്റ്റ്യൻസും, അതായത് ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ഓരോ ക്വസ്റ്റ്യൻസിൻ്റെ MCQs ആയിട്ടുള്ളതും വെരി ഷോർട്ട് ആൻസേഴ്സും അങ്ങനെയുള്ളതൊക്കെ. അപ്പോൾ അത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ITനെ പറ്റിയിട്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കഴിഞ്ഞ കൊല്ലം ഞാൻ IT പബ്ലിക് എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കണ്ടു നോക്കിയാൽ കഴിഞ്ഞാൽ എല്ലാം മനസ്സിലാവും നിങ്ങൾക്ക്. അപ്പം അതുകൊണ്ട് IT പഠിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ലാബിൽ പോയി കഴിഞ്ഞാൽ മാക്സിമം ടൈം മനസ്സിലാക്കി ചെയ്യുക, അല്ലാതെ നമ്മൾ തട്ടിമുട്ടി ചെയ്യാൻ നിൽക്കരുത്, സ്വന്തമായിട്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പറയാനുള്ളത്. പിന്നെ IT അത്ര ടഫൊന്നുമല്ല, കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി, അത്രയേ ഉള്ളൂ. എല്ലാം അങ്ങനെ തന്നെയാണ്, എല്ലാ സബ്ജക്റ്റും അങ്ങനെ തന്നെയാണ്. നമ്മൾ കുറച്ച് എല്ലാത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നല്ലപോലെ പഠിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല മാർക്കും എന്നൊക്കെ കിട്ടും. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഇതൊക്കെ എങ്ങനെയാണ് ഒരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക. ഒരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കുറച്ച് ടഫായിട്ട് സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സബ്ജക്റ്റ് എന്ത് ചെയ്യുക, ഫസ്റ്റ് തന്നെ പഠിച്ച് തീർക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നാണ് എല്ലാവരും പറയാറ്. പക്ഷേ ഞാൻ മുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് എടുക്കും. അപ്പോൾ ആ ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ തന്നെ കുറച്ച് നല്ല ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ എനിക്ക് പഠിക്കാൻ തോന്നും. അതാണ് എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടേതായ ഒരു മെത്തേഡും രീതിയൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അതിനനുസരിച്ച് ഫോളോ ചെയ്തിട്ട് റുട്ടീനൊക്കെ ക്രിയേറ്റ് ചെയ്യുക. പിന്നെ ഒരു സ്ട്രിക്റ്റ് റുട്ടീൻ വെക്കരുത്. അതായത് ഒരു 2 മണിക്കൂർ നമ്മൾ കൃത്യമായിട്ട് പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ വെറുതെ റെസ്റ്റ് എടുക്കുക. അതായത് ഒന്ന് ജസ്റ്റ് റീകോൾ ചെയ്യാൻ അങ്ങനെ ഞാൻ പറയില്ല. അതായത് അതൊക്കെ നമ്മൾ കിടക്കാൻ നേരത്ത് ഒന്ന് ജസ്റ്റ് റീകോൾ ചെയ്ത് റീവിസ്റ്റ് ചെയ്തിട്ട് കിടക്കുക. അതിൻ്റെ ഇടയിലൊക്കെ ഒരു 5 മിനിറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ട് പോയി നടക്കുക. പിന്നെ ഒന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക. അതൊക്കെയാണ് മെയിനായിട്ട് ചെയ്യാനുള്ള. അതായത് ബ്രേക്കും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ഈ പഠനം എന്ന് പറയുന്ന ഒരു സംഭവം ഇഷ്ടപ്പെടാതെ ആയിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ 10th ഗ്രേഡേഴ്സ് എന്തെങ്കിലും സജസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു തരുമോ ടിപ്സ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് മെയിനായിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ടെൻഷൻ അടിക്കേണ്ട, നല്ലപോലെ നിങ്ങൾക്ക് പറ്റുന്ന അത്ര എഫേർട്ട് എടുത്തിട്ട് നല്ലപോലെ പഠിക്കുക. വലിയ അത്ര ഓവറായിട്ട് സ്ട്രെസ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുമോ നിങ്ങളെ കൊണ്ട് പറ്റും, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ വലിയ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ തുടക്കം തൊട്ട് നല്ലപോലെ പഠിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്കും കാര്യങ്ങളൊക്കെ കിട്ടും, എല്ലാവർക്കും ഫുൾ A+ കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഡോണ്ട് വറി, അത്രയേ ഉള്ളൂ. എനിക്ക് സ്റ്റഡി പ്ലാൻ പറഞ്ഞുതരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നൊരു സ്റ്റഡി പ്ലാൻ വെച്ചിട്ടല്ല പഠിച്ചത്. അതുകൊണ്ടാണ് മെയിനായിട്ട് എനിക്കൊരു സ്റ്റഡി പ്ലാൻ പറഞ്ഞു തരാൻ പറ്റാത്തത്. പിന്നെ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാനൊരു 10th സ്റ്റഡി പ്ലാൻ പറഞ്ഞു തന്നു. അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ പോയി അത് സെൽഫ് ഡൗട്ടൊക്കെ വരും. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് അതിനെ ഒരു പ്രോത്സാഹിപ്പിക്കാത്തത്. എന്നാലും നിങ്ങൾ ചോദിച്ച പക്ഷേ ഞാൻ പറയാതിരിക്കാൻ പറ്റുമോ. അപ്പോൾ അത് ഞാൻ ചെറിയൊരു സ്റ്റഡി പ്ലാൻ പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ ഞാൻ സ്ക്രീനിൽ ടെക്സ്റ്റ് ആയിട്ട് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് തന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ സ്കൂളൊക്കെ വിട്ട് വന്നിട്ട്, അതായത് നിങ്ങളുടെ ടൈം അനുസരിച്ച് നിങ്ങൾക്ക് ഇതൊക്കെ മാറ്റാം. ഞാൻ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഒരു രീതിയിലാണ് പറയുന്നത്. അപ്പോൾ സ്കൂളൊക്കെ വിട്ട് വന്നിട്ട് നല്ലപോലെ റിഫ്രഷൊക്കെ ആയി ഒരു ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുക്കും. കിടക്കണമെങ്കിൽ കിടക്കാം, ഇല്ലെങ്കിൽ TV കാണുമെങ്കിൽ TV ഒക്കെ കാണാം. അങ്ങനെ കുറച്ച് നേരം എന്ത് ചെയ്യാം, റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് നമ്മൾ ഒരു 7 o'clock അല്ലെങ്കിൽ 6:30 ഒക്കെ ആകുമ്പോഴേക്കും പഠിക്കാൻ വേണ്ടിയിരിക്കാം. 6:30 ആകുമ്പോഴേക്കും, അതായത് ഇപ്പം 6 o'clock തന്നെ ഇരിക്കുവാണെങ്കിൽ 6 o'clock to 6:30 വരെ നിങ്ങൾക്ക് ഹോംവർക്കോ അല്ലെങ്കിൽ നോട്ട്സ് എഴുതാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എഴുതി തീർക്കാം. അല്ലെങ്കിൽ അത് രാത്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് അങ്ങനെ ഡെയിലി ഒരേ റുട്ടീൻ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതായത് ഇപ്പോൾ നമ്മൾ 7 മണി തൊട്ട് ഒരു 10 മണി വരെ പഠിക്കുന്നുണ്ടെങ്കിൽ അതേ സമയം ആ ടൈം നമ്മൾ പഠനത്തിന് മാത്രമായിട്ട് കീപ്പ് ചെയ്യുക. അല്ലാതെ ഒരു ദിവസം 7 മണി മുതൽ 10 മണി വരെ പഠിച്ചു, നെക്സ്റ്റ് ദിവസം 10 മണി മുതൽ 11 മണി വരെ പഠിച്ചു, അങ്ങനെ മാറ്റരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൻ്റെ കൺഫ്യൂസ് ആയി പോകും, എന്താ സംഭവം എന്നുള്ള ചോദിച്ചു. അപ്പോൾ അതുകൊണ്ട് ഒരു റുട്ടീൻ ഫോളോ ചെയ്തിട്ട് പോവാം. അപ്പോൾ 7 to 10 വരെ എന്ത് ചെയ്യാം, കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ അങ്ങനെ പഠിക്കാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ്. നിങ്ങളിപ്പോൾ ഒരു നൈറ്റ് പേഴ്സൺ ആണെങ്കിൽ നമുക്ക് നൈറ്റ് പഠിക്കാം, ഒരു മോർണിംഗ് പേഴ്സൺ ആണെങ്കിൽ രാവിലെ പഠിക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ. അപ്പോൾ സ്കൂളൊക്കെ വിട്ട് വന്ന് റിഫ്രഷ്മെൻ്റ് ഒക്കെ ആയി കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് നമ്മളൊരു 6:30 സ്റ്റാർട്ട് ചെയ്യുന്നു. അതായത് ആ ടൈമിലൊക്കെ ആകുമ്പോഴേക്കും ഹോംവർക്കും കാര്യങ്ങളൊക്കെ തീർത്തു. എന്നിട്ട് 6:30 സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ 6:30 to 7:15 വരെ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഏതൊരു സബ്ജക്റ്റ് ആണ്, അതിപ്പോൾ ടഫായിട്ട് സബ്ജക്റ്റ് യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ രാവിലെ നമുക്ക് എന്താണോ സ്കൂളിൽ എടുത്ത് ആ ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ അതെടുക്കാം. അല്ലെങ്കിൽ നാളെ പഠിച്ചിട്ട് വരാനോ അല്ലെങ്കിൽ വായിച്ചിട്ട് വരാനോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സബ്ജക്റ്റ് എടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു സബ്ജക്റ്റ് പഠിക്കാം. പിന്നെ ഒരു 5 minutes ബ്രേക്ക് എടുക്കുക, പോയി മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്യുക, വെള്ളം കുടിക്കുക, നല്ലപോലെ ഹൈഡ്രേറ്റഡ് ആയിരിക്കണം. അപ്പോൾ അതൊക്കെ ചെയ്യാം. എന്നിട്ട് പിന്നെ നെക്സ്റ്റ് ഒരു 15 minutes, 20 minutes, 30 minutes, അതായത് സബ്ജക്റ്റ് അനുസരിച്ചിട്ട് ടൈം കൂട്ടി എടുക്കുക.
എന്നിട്ട് പിന്നെ റെസ്റ്റ് എടുക്കുക, എന്നിട്ട് പിന്നെയും സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ പൊമഡോറോ ടെക്നിക്ക് പോലെയൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് പഠിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചതിനേക്കാളും വീഡിയോ കുറച്ച് ലെങ്ത് ആയിട്ട് പോയിട്ടുണ്ട്. എന്നാൽ സാരമില്ല, ഞാൻ എങ്ങനെയാണെങ്കിലും ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യും. കാരണം എനിക്ക് ഒരൊറ്റ എയിം മാത്രമേ ഉള്ളൂ, അതായത് എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് ക്വാളിറ്റി കണ്ടന്റ് കൊടുക്കണം, അതുപോലെ തന്നെ അവർക്ക് സക്സീഡ് ആവണം എന്നാണ്, അല്ലാതെ ഞാൻ മാത്രം സക്സീഡ് ആവണമെന്നല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഈ ഒരു ലാസ്റ്റ് മിനിറ്റ് ഞാൻ ഇടുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ആയിട്ട് സ്കൂളിൽ സ്റ്റാർട്ട് ചെയ്യട്ടെ. അതുപോലെ തന്നെ എല്ലാവരും ഹാപ്പി ആയിട്ട് പോകുക, എല്ലാവരും ടെൻഷനൊന്നും അടിക്കേണ്ട, അടിപൊളിയായിട്ട് പോയി പഠിക്കുക, അത്രമാത്രം. പിന്നെ ഡെയിലി സ്റ്റഡി പ്ലാൻ ഒക്കെ വെച്ചിട്ട് റുട്ടീനൊക്കെ ചെയ്തിട്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കുക, അത്രയാണ്. പിന്നെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങും അങ്ങനെയുള്ള കുറേ വീഡിയോസ് ഞങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ ഒന്നും മറക്കണ്ട. പിന്നെ കമന്റ് ചെയ്യുക, നിങ്ങൾക്ക് എന്ത് വീഡിയോസാണ് വേണ്ടത്, ഈ വീഡിയോസ് യൂസ്ഫുൾ ആയോ എന്നുള്ളതൊക്കെ കമന്റ് ചെയ്യുക. അതൊക്കെ എനിക്കൊരു മോട്ടിവേഷൻ പോലെയാണ് ഈ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ബൈ ബൈ. താങ്ക് യു. ലവ് യു ഗൈസ്.